എരുവകിഴക്ക് 4245 നമ്പർ ശിവഗിരി തീർത്ഥാടക ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ശാഖയുടെ 37ാമത് ഗുരുപ്രതിഷ്ഠാ വാർഷികം, മഹാശിവരാത്രി മഹോത്സവം എന്നിവ നടത്തി. ഇതോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ നടത്തി. കായംകുളം എരുവകിഴക്ക് 4245 നമ്പർ ശിവഗിരി തീർത്ഥാടക ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ശാഖയുടെ 37ാമത് ഗുരുപ്രതിഷ്ഠാ വാർഷികവും മഹാശിവരാത്രി മഹോത്സവവും സമാപിച്ചു. കഴിഞ്ഞ 6-ാം തീയതി മുതലാണ് ചടങ്ങുകൾ നടന്നത്. മഹാശിവരാത്രി ദിവസം ഗണപതി ഹോമം, ഭദ്രദീപം തെളിയിക്കൽ, പ്രതിഷ്ഠാ വാർഷിക സമ്മേളനം തുടങ്ങിയവ നടന്നു. SNDP യോഗം കായംകുളം യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ്, വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു, സെക്രട്ടറി പി പ്രദീപ് ലാൽ, പനക്കൽ ദേവരാജൻ, എൻ സദാനന്ദൻ, സുഷമ തങ്കപ്പൻ, ഫാസുര മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. മഹോത്സവം നമ്മളെ സംബന്ധിച്ചോളം ഒരു കാലത്ത് നമുക്ക് ഈശ്വരനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. 1888 കാലഘട്ടത്തിൽ ഒരു മഹാശിവരാത്രി ദിനത്തിൽ, ഇതുപോലുള്ള ഒരു മഹാശിവരാത്രി ദിനത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ഭഗവാൻ ശിവനെ പ്രതിഷ്ഠിച്ചുകൊണ്ട്, ശിവലിംഗം പ്രതിഷ്ഠിച്ചുകൊണ്ട് അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി. 4245 നമ്പർ SNDP യോഗത്തിന്റെ 37 വർഷം പിന്നിടുന്ന ഈ പ്രതിഷ്ഠാ വാർഷികം ഏതാണ്ട് 1888 ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം 100 വർഷത്തിന് ശേഷം 1989 കാലഘട്ടത്തിൽ ഇവിടെ ശിവരാത്രി ദിനത്തിൽ, ഇതേപോലുള്ള ഒരു ശിവരാത്രി ദിനത്തിൽ ഇവിടെയും പ്രതിഷ്ഠ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് 100 വർഷത്തിന് ശേഷമാണ്. ഇപ്പോൾ 37 വർഷത്തിന് ശേഷമുള്ള പ്രതിഷ്ഠാ വാർഷികമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചോളം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ജനനത്തോടുകൂടി ഇരുട്ടിൽ ആണ്ടുകിടന്നിരുന്ന വലിയ ഒരു സമൂഹത്തെ വെളിച്ചത്തിലേക്ക് ആനയിച്ചതും ശ്രീനാരായണ ഗുരുദേവനായിരുന്നു. വഴി നടക്കുവാനും, നല്ല വിദ്യാഭ്യാസം ചെയ്യുവാനും, വസ്ത്രങ്ങൾ ധരിക്കുവാനും, ആഭരണങ്ങൾ ചെയ്യുവാനുള്ള അവസരമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ ജനനം. ആ ജനനത്തോടു കൂടി ഇവിടുത്തെ ഒരു സമൂഹത്തിൽ ഒരു വലിയ ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. കലശപൂജ, നൂറും പാലും, അർച്ചന, ഗുരുപൂജ എന്നിവയും നടന്നു. ഗുരുക്ഷേത്രം തന്ത്രി ഹരിശർമ്മ ഹരിദാസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി പേർ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് ശാഖായോഗം കമ്മിറ്റി ഭാരവാഹികളായ കെ ചന്ദ്രൻ, കെ എൻ പ്രഭാകരൻ, ടി ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. CD നെറ്റ് ന്യൂസ്, കായംകുളം.